ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 30-ാം ജുസ്ഇൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 35-ാമത്തെ സൂറത്താണ് ഈ സൂറത്ത്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം മക്ക കാലത്ത് അവതരിച്ച സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മക്കിയ എന്നാണ് പറയുക. എന്നാൽ ഇത് മദനീയ ആണ് എന്നും അഭിപ്രായമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടങ്ങളിൽ അവതരിച്ച സൂറത്താണ് എന്നും അഭിപ്രായമുണ്ട്. ഈ സൂറത്തിൽ ആകെ 4 ആയത്തുകളാണുള്ളത്. 4 ആയത്തുകൾ മാത്രമുള്ള മറ്റൊരു സൂറത്തും പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് 106-ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തു ഖുറൈശാണ്. ഈ സൂറത്തിൻ്റെ തുടക്കം ഖുൽ എന്ന പദം കൊണ്ടാണ്. ഖുൽ എന്ന പദം കൊണ്ട് തുടങ്ങുന്ന 5 സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ 2 സൂറത്തുകളും എടുത്ത സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 114-ാമത്തെ സൂറത്ത് സൂറത്തുൽ നാസ്, 113-ാമത്തെ സൂറത്ത് സൂറത്തുൽ ഫലഖ്, പിന്നീട് ഈ സൂറത്ത്, 109-ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ കാഫിറൂൻ, 72-ാമത്തെ സൂറത്ത് സൂറത്തുൽ ജിന്ന്. ഈ സൂറത്തുകളുടെ എല്ലാം തുടക്കം ഖുൽ എന്ന പദം കൊണ്ടാണ്. ഈ സൂറത്തിന് പല പേരുകളുമുണ്ട്. പൊതുവേ അറിയപ്പെടുന്നത് സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കത, കലർപ്പില്ലാത്തത്, ആത്മാർത്ഥത എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് കലർപ്പില്ലാത്തത് എന്ന് പറയാൻ കാരണം? കലർപ്പില്ലാത്ത രൂപത്തിൽ ഏകദൈവ വിശ്വാസം പറയുന്ന സൂറത്താണ് എന്നർത്ഥം. നിഷ്കളങ്കത, കളങ്കമില്ലാത്തതെന്ന് പറയാൻ കാരണം കളങ്കമില്ലാതെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറത്താണ്. ഈ സൂറത്തിൻ്റെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പേര് സൂറത്തുൽ ഇഖ്ലാസ് ആണെന്ന് സൂചിപ്പിച്ചല്ലോ. ഈ ഇഖ്ലാസ് എന്നുള്ള പദം ഈ സൂറത്തിൽ വന്നിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ സൂറത്തിന് മറ്റ് പേരുകളുണ്ട്. അൽ അസാസ്, സൂറത്തുൽ അസാസ്, അടിത്തറ. അസാസ് എന്ന് പറഞ്ഞാൽ അടിത്തറ, അടിസ്ഥാന മൗലിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്നർത്ഥം. അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അടിത്തറയായിട്ടുള്ള തൗഹീദാണ് ഈ ഒരു സൂറത്തിലെ പ്രധാനപ്പെട്ട വിഷയമെന്നർത്ഥം. ആ അടിത്തറ ഉറപ്പില്ലെങ്കിൽ അതിൻ്റെ മേലെ മറ്റൊന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് തൗഹീദാകുന്ന അടിത്തറ ഏറ്റവും ഉറച്ച രൂപത്തിൽ അടിത്തറയായിട്ട് തന്നെ വേണം. ഈ സൂറത്തിന് സൂറത്തുൽ മാരിഫ എന്ന പേരുണ്ട്. മാരിഫ എന്ന് പറഞ്ഞാൽ വിജ്ഞാനം എന്നർത്ഥം. സൂറത്തു തൗഹീദ് എന്ന പേരുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സൂറത്തിന് സൂറത്തു സമദ് എന്നുള്ള പേരും കൊടുത്തിട്ടുണ്ട്. സമദ് എന്ന് പറഞ്ഞാൽ എല്ലാവരാലും ആശ്രയിക്കുന്നവനും എന്നാൽ മറ്റാരെയും ആശ്രയിക്കേണ്ടാത്തവനും. എന്നാൽ ഹദീസുകളിൽ കൂടുതലായും വന്നിട്ടുള്ളത് സൂറത്തു ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ് ഈ സൂറത്തിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ളത്. 109-ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ കാഫിറൂനിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന ശക്തമായ കൽപ്പനയാണുള്ളത്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. ഈ സൂറത്തിൽ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 സൂറത്തുകളും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഒരു സൂറത്തിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്നും മറ്റൊരു സൂറത്തിൽ എന്തുകൊണ്ടാണ് ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടത് എന്നും. അപ്പോൾ ആ 2 സൂറത്തുകളും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ 2 സൂറത്തുകളും, അതായത് സൂറത്തുൽ കാഫിറൂനും ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്തുൽ ഇഖ്ലാസും, ഈ 2 സൂറത്തുകളും പല നിസ്കാരങ്ങളിലും ഒരുമിച്ച് ചൊല്ലുന്നത് സുന്നത്തുള്ളത്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ, മഗ്രിബിൻ്റെ സുന്നത്തിൽ, വിത്റിൻ്റെ അവസാനത്തിൽ, തവാഫ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കരിക്കാറുള്ള തവാഫിൻ്റെ സുന്നത്തിൽ, ഈ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ ആദ്യ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2-ാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ചൊല്ലുന്നത് സുന്നത്താണ്. ഈ സൂറത്തിനെ സുലുസുൽ ഖുർആൻ, അതായത് ഖുർആനിൻ്റെ 1/3 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സുലുസ് എന്ന് പറഞ്ഞാൽ 1/3 എന്നാണ്. ഒരു സാധനത്തെ 3 കഷ്ണാക്കിയിട്ട് അതിലൊരു കഷ്ണം. ഈ 4/1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തെ 4 കഷ്ണാക്കിയിട്ട് അതിലൊരു കഷ്ണം, 4/1, കാൽഭാഗം എന്ന് പറയില്ലേ, അതിന് റുബ എന്നാണ് പറയുക. ഇതിനെ, ഈ സൂറത്തിനെ സുലുസുൽ ഖുർആൻ, സുലുസ് എന്ന് പറഞ്ഞാൽ 1/3, 3 ആക്കിയിട്ട് അതിലൊന്ന്. എന്തുകൊണ്ടാണ് ഈ സൂറത്തിന് സുലുസുൽ ഖുർആൻ, ഖുർആൻ്റെ 1/3 എന്ന പേര് കിട്ടിയത്? അതിന് പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം, പരിശുദ്ധ ഖുർആനിലുള്ള കാര്യങ്ങളെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് റിസാലത്താണ്, മറ്റൊന്ന് ആഖിറത്താണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹു ഏകനാണ്, ആ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് തൗഹീദ്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യന് കാര്യങ്ങളെല്ലാം അറിയിച്ചു കൊടുക്കുന്നത്, എങ്ങനെ ഇവിടെ ജീവിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, കൽപ്പനകൾ കൊടുക്കുന്നത് പ്രവാചകന്മാരിലൂടെയാണ്. ആ പ്രവാചകന്മാർക്ക് വിവരങ്ങൾ കിട്ടുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നാണ്. ആ ഒരു പ്രവാചകന്മാരിലുള്ള വിശ്വാസം, പ്രവാചകന്മാരാണ് മനുഷ്യർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള ആ കാര്യങ്ങൾ, അതാണ് റിസാലത്തിൽ ഉൾപ്പെടുക. ഇനി ആഖിറത്ത് എന്ന് പറഞ്ഞാലോ, ഈ ലോകത്ത് ഉള്ള ജീവിതം കഴിഞ്ഞാൽ പിന്നീട് മരണത്തിന് ശേഷം നമുക്ക് മറ്റൊരു ജീവിതമുണ്ട്, ഒരു പരലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, അങ്ങനെയുള്ള വിചാരണയുണ്ട്. ആ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് ആഖിറത്തിലുള്ള വിശ്വാസം. അപ്പോൾ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഈ 3 കാര്യങ്ങൾ ആണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ. പരിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിലുള്ള മൊത്തം കാര്യങ്ങളെ നമുക്കിങ്ങനെ ഈ 3 തരംതിരിക്കാൻ പറ്റും. ആകെയുള്ള കാര്യങ്ങളെ ഈ 3 കാര്യങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങളിൽ ഒരു കാര്യം, അതായത് തൗഹീദ്, സംക്ഷിപ്തമായി ഈ സൂറത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3, അതായത് ഖുർആൻ ആകെ പറയുന്ന 3 കാര്യങ്ങളിൽ ഒരു കാര്യം ഏറ്റവും സംക്ഷിപ്തമായ രൂപത്തിൽ ഈ സൂറത്തിൽ പറയുന്നു എന്ന പേര്, ആ ഖുർആനിൻ്റെ 1/3 സുലുസുൽ ഖുർആൻ എന്ന പേര് ഈ സൂറത്തിന് കിട്ടിയത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ സൂറത്തും ഇതിന് തൊട്ടടുത്ത 2 സൂറത്തുകളും, അതായത് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും, ഈ 3 സൂറത്തുകളും ഓതി കൈകളിലേക്ക് ഊതി ആ കൈ കൊണ്ട് ശരീരമെല്ലാം 3 തവണ തടവിയിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തലവനായി നിയോഗിച്ച ഒരാൾ സ്ഥിരമായി നിസ്കാരങ്ങളിൽ ഈ സൂറത്ത് ഓതിയാണ് ഖുർആൻ പാരായണം അവസാനിപ്പിച്ചിരുന്നത്. അതായത് ഓരോ റക്അത്തിലും മറ്റേതെങ്കിലുമൊക്കെ സൂറത്ത് ഓതിക്കഴിഞ്ഞാലും പിന്നീട് ഈ സൂറത്ത് ഓതും, എന്നിട്ടാണ് ആ ഒരു റക്അത്ത് അവസാനിപ്പിക്കുക. അങ്ങനെ നിസ്കരിച്ച സമയത്ത് കൂടെ നിൽക്കുന്ന മറ്റുള്ള ആളുകൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് കേട്ടപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഇമാം ഇങ്ങനെയാണ് പാരായണം ചെയ്യുന്നത്, ഏത് സൂറത്ത് ഓതിയാലും അവസാനിപ്പിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ അയച്ചു ആ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞത്, ഈ സൂറത്തിൽ പരമകാരുണികൻ്റെ, അതായത് അള്ളാഹുവിൻ്റെ ഗുണവിശേഷണമാണല്ലോ ഉള്ളത്, അതിനാൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അദ്ദേഹത്തെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കൂ എന്നാണ്. അതല്ലാതെ അദ്ദേഹത്തോട് തിരുത്താൻ പറഞ്ഞിട്ടില്ല. അത് ഇഷ്ടത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചത്. അതുപോലെ ഖുബാ പള്ളിയിലെ, നമുക്കറിയാം ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഖുബാ പള്ളി നല്ല പരിചയം ഉണ്ടാവും. ആ ഖുബാ പള്ളിയിലെ ഒരു ഇമാം സ്ഥിരമായി ഓരോ റക്അത്തിലും ഈ സൂറത്ത് ഓതിയതിനു ശേഷമാണ് മറ്റേതെങ്കിലും സൂറത്ത് ഓതുക. എപ്പോഴും ഈ സൂറത്ത് ഓതും. ഈ സന്ദർഭത്തിലും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ വിവരം അറിയിച്ചു, ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇമാമ് പാരായണം ചെയ്യുന്നത്, അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇമാമിനോട് കാര്യം അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ സൂറത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്, താങ്കൾക്ക് അതിനോടുള്ള ഇഷ്ടം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. അപ്പോൾ ഈ 2 ആളുകളോടും 2 ഇമാമുമാരോടും തിരുത്താനല്ല പറഞ്ഞത്. അപ്പോൾ അത്രയധികം പ്രാധാന്യമുണ്ട് ഈ സൂറത്തിന് എന്നർത്ഥം. നിൻ്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണം എന്ന് മക്കാ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ പരിചയപ്പെടാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആദ്യ ആയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക. ശരിക്ക് ഖുൽ എന്ന് പറഞ്ഞാൽ നീ പറയ്, നീ പറയണം എന്ന കൽപ്പനയാണ്. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഖുൽ, നീ പറയ്, നീ പറയണം. അപ്പോൾ ഖുൽ, നബിയെ താങ്കൾ പറയുക. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായതുകൊണ്ട് നീ പറയ് എന്ന് പറയുന്നതിന് പകരം നബിയെ താങ്കൾ പറയുക എന്ന് ഒരു ബഹുമാനത്തോടു കൂടി നമുക്ക് പറയാം. ഹുവല്ലാഹു അഹദ്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നർത്ഥമുണ്ട്, അത് എന്നർത്ഥമുണ്ട്, കാര്യം എന്നർത്ഥമുണ്ട്. ഹുവ കാര്യം. അള്ളാഹു അഹദ്, അള്ളാഹു അഹദാണ്.
അഹദുൻ എന്ന് പറഞ്ഞാൽ ഏകൻ അല്ലെങ്കിൽ ഒന്നും ആരും എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഖുൽ ഹുവല്ലാഹു അഹദ്, നബി താങ്കൾ പറയുക കാര്യം അള്ളാഹു ഏകനാണ്. ഇനി ഹുവ എന്നുള്ളതിന് അവൻ എന്നർത്ഥം കൊടുത്തിട്ടും ഈ ആയത്തിനർത്ഥം പറയാം. ഖുൽ നബി താങ്കൾ പറയുക ഹുവല്ലാഹു അവൻ അള്ളാഹു ആകുന്നു, അഹദുൻ അവൻ ഏകനാകുന്നു, അങ്ങനെയും അർത്ഥം പറയാം. അടുത്ത ആയത്ത് അള്ളാഹു സമദ്, അള്ളാഹു അസ്സമദ്, അള്ളാഹു സമദാകുന്നു. എന്താണ് അസ്സമദ് എന്ന് പറഞ്ഞാൽ? സമദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആശ്രയിക്കുന്നവനും എന്നാൽ അവൻ മറ്റാരെയും ആശ്രയിക്കേണ്ടാത്തവനും, അല്ലെങ്കിൽ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനും മറ്റൊരാളെയും ആശ്രയിക്കേണ്ടാത്തവനും. തഫ്സീറുകളിൽ സർവാശ്രയനായ യജമാനൻ എന്നൊക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു, അങ്ങനെയുള്ളൊരു യജമാനൻ എന്നർത്ഥത്തിലാണത്. എല്ലാവർക്കും അള്ളാഹുവിനെ ആശ്രയിക്കണം, എന്നാൽ അള്ളാഹു മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ല എന്നർത്ഥം. അടുത്ത ആയത്ത് ലം യലിദ് വലം യൂലദ്. ലം യലിദ്, വലദ എന്ന് പറഞ്ഞാൽ ജന്മം നൽകി എന്നാണ് അർത്ഥം. വലദ, അതിൻ്റെ മുളാരി യലിദു എന്നാണ്, ജന്മം നൽകും, ജന്മം നൽകുന്നു. അതിൻ്റെ മുമ്പിൽ ലം ചേർക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള അർത്ഥം കിട്ടും. ലം യലിദ് ജനിപ്പിച്ചിട്ടില്ല, ജന്മം നൽകുന്നില്ല എന്നല്ല, ജനിപ്പിച്ചിട്ടില്ല. എന്താണ് ഈ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ? പിതാവല്ല എന്നർത്ഥം. വലം യൂലദ്, വലദ എന്ന് പറഞ്ഞാൽ ജന്മം നൽകി എന്നാണല്ലോ. ഉലിദ എന്ന് പറഞ്ഞാൽ ജന്മം നൽകപ്പെട്ടു എന്നാണ്. ഈ ജന്മം നൽകി എന്ന് പറയുന്നതും ജന്മം നൽകപ്പെട്ടു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ജന്മം നൽകി എന്ന് പറയുമ്പോൾ മാതാവോ പിതാവോ ആണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്നല്ലേ പറയാം. ജന്മം നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മകനോ മകളോ ആയിട്ട് ജനിച്ചു എന്നർത്ഥം. അത് കുറച്ചും കൂടെ നല്ല രൂപത്തിൽ മനസ്സിലാവാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സുബൈർ പാമ്പിനെ കൊന്നു എന്ന് പറഞ്ഞാൽ സുബൈറാണ് അവിടെ ആ പാമ്പിനെ കൊന്നത്. അപ്പോൾ കൊന്നതാരാണ്? സുബൈറാണ്. എന്നാൽ ആ സുബൈർ എന്നുള്ളത് പറയാതെ നമുക്ക് അതേ വാചകം ഇങ്ങനെ പറയാം, പാമ്പ് കൊല്ലപ്പെട്ടു. പാമ്പ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാമ്പാണ് ചത്തുപോയത്, അല്ലാതെ പാമ്പ് വേറെ ആരെയോ പോയി കൊന്നിരിക്കല്ല. പാമ്പ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാമ്പാണ് ചത്തുപോയത്. അപ്പോൾ ആ രൂപത്തിൽ ആണ് മജ്ഹൂൽ രൂപങ്ങൾ വരിക. അപ്പോൾ ഇവിടെ വലദ എന്ന് പറഞ്ഞാൽ ജന്മം നൽകി, ഉലിദ എന്ന് പറഞ്ഞാൽ ജന്മം നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ മറ്റാരോ ജന്മം നൽകി എന്നർത്ഥം. അതിൻ്റെ മുളാരി യൂലദു എന്നാണ്, ജന്മം നൽകപ്പെടും, ജന്മം നൽകപ്പെടുന്നു. അതിൻ്റെ മുമ്പിൽ ലം ചേർക്കുമ്പോൾ ലം യൂലദ് ജന്മം നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടില്ല എന്നർത്ഥം. ജന്മം നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടില്ല എന്നർത്ഥം. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്, അത്തഫിൻ്റെ വാവ. വലം യൂലദ് ജന്മം നൽകപ്പെട്ടിട്ടുമില്ല, അതായത് ജനിച്ചിട്ടുമില്ല എന്നർത്ഥം. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചിട്ടുമില്ല. അതായത് അവൻ ആരുടെയും പിതാവല്ല, അവൻ ആരുടെയും സന്താനവുമല്ല. അടുത്തായത് വലം യകുല്ലഹു കുഫുവൻ അഹദ്. വലം യകുല്ലഹു, വാവ് അത്തഫിൻ്റെ വാവാണ്. തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ കാര്യത്തോടു കൂടെ ഇനി ഇതും കൂടെ ഉണ്ട് എന്നർത്ഥത്തിൽ, എന്നർത്ഥത്തിൽ, ആൻഡ് എന്ന് പറയുന്ന പോലെ. ലം യകുൻ ലഹു, കാന എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു, ഉണ്ട് എന്നൊക്കെ അർത്ഥം. അതിൻ്റെ മുളാരിയാണ് യകൂനു, ആയിരുന്നു, ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അർത്ഥം. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യക്കുൻ എന്നാവും. യകൂനു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യക്കുൻ എന്നാവും. ഇല്ല എന്നർത്ഥം, ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയാം. ലഹു എന്ന് പറഞ്ഞാൽ അവനുണ്ട്. അപ്പോൾ അവനുണ്ട്, ആയിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്ന് ചേർത്ത് പറയുമ്പോൾ അവനുണ്ടായിട്ടില്ല, അവൻ അല്ലെങ്കിൽ അവനില്ല എന്നർത്ഥം. വലം യക്കുൽ ലഹു, അവനില്ല. കുഫുവൻ, കുഫുവൻ എന്ന് പറഞ്ഞാൽ തുല്യമായി അല്ലെങ്കിൽ തുല്യനായി. അപ്പോൾ അവന് തുല്യനായി ഇല്ല, അല്ലെങ്കിൽ അവന് തുല്യരായി ഇല്ല, അല്ലെങ്കിൽ അവന് തുല്യമായി ഇല്ല. അഹദുൻ, ഒരാളും, ഒന്നും, ആരും. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും ഇല്ല, അല്ലെങ്കിൽ അവന് തുല്യമായി ഒന്നും ഇല്ല. ഇത്രയുമാണ് ഈ ആയത്തിലെ പദങ്ങൾ. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ആയത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ സൂറത്തുകളൊക്കെ പഠിച്ച സമയത്ത് പറഞ്ഞ പോലെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം പറയാനുള്ള കാര്യങ്ങളല്ല.
അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അത് മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് നമ്മളെല്ലാവരും പറയേണ്ട കാര്യങ്ങളാണ്, അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം പറയേണ്ട കാര്യങ്ങളല്ല. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഹുവല്ലാഹു അഹദ്, ഹുവ കാര്യം, അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ്. അവിടെ ഈ കാര്യം എന്നുള്ള അർത്ഥം പറയുമ്പോൾ ഇനി പറയുന്നതാണ് യഥാർത്ഥ കാര്യം, ഇനി പറയുന്ന കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്, അത് ശ്രദ്ധിക്കണം എന്ന അർത്ഥത്തിലാണ് ഹുവ അവിടെ വന്നത് എന്നാണ് ഒരു അഭിപ്രായം. അപ്പോൾ ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഹുവ കാര്യം, അള്ളാഹു അഹദ് അള്ളാഹു അഹദ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആ കാര്യം എന്ന് പറഞ്ഞതിന് ശേഷം, ഹുവ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിന് പ്രാധാന്യം കൊടുക്കാനാണ് അവിടെ ഒരു ഹുവ എന്നുള്ളത് കൊണ്ടുവന്നത് എന്നാണ് ഒരു അഭിപ്രായം. അപ്പോൾ ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഹുവ അള്ളാഹു അഹദ് കാര്യം, അള്ളാഹു ഏകനാണ്. ഇനി ആ ഹുവ എന്നുള്ളതിന് അവൻ എന്നുള്ള അർത്ഥവും കൊടുക്കാം. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഹുവല്ലാഹു അവൻ അള്ളാഹു ആകുന്നു, അഹദ് അവൻ ഏകനാകുന്നു. അപ്പോൾ അത് ആ കാലത്തുള്ള ആളുകൾക്കുള്ളൊരു മറുപടിയാണ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയത്തിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് ആരെപ്പറ്റിയാണെന്നോ, ഹുവല്ലാഹു അവൻ അള്ളാഹു ആകുന്നു, അവൻ ഏകനാകുന്നു. ഈ ഒരു ആയത്തിൽ അള്ളാഹു എന്ന പദവും വന്നിട്ടുണ്ട്, അഹദുൻ എന്ന പദവും വന്നിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ അള്ളാഹു എന്ന പദവും അഹദുൻ എന്ന പദവും അത്ഭുതമാണ്. അള്ളാഹു എന്ന പദം അള്ളാഹുവിനെ പോലെ തന്നെ ഏകമാണ്. അതിന് തുല്യമായ ഒരു പദം മറ്റൊരു ഭാഷയിലുമില്ല. ആ പദത്തെ നമുക്ക് സ്ത്രീലിംഗമാക്കാനോ ബഹുവചനമാക്കാനോ ഒന്നും പറ്റില്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്തിട്ട് സ്ത്രീലിംഗമാക്കാൻ പറ്റില്ല, ബഹുവചനമാക്കാൻ പറ്റില്ല. മലയാളത്തിൽ നമുക്ക് ദൈവം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ബഹുവചനം ഉണ്ടല്ലോ, ദൈവങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ അതിനെ സ്ത്രീലിംഗാക്കാം, ദേവി എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുകയാണെങ്കിൽ ഈശ്വരന്മാർ, ഈശ്വരി എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എസ് ചേർത്താൽ ഗോഡ്സ്, ദൈവങ്ങൾ എന്നാവും. അതേപോലെ സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ട് ഗോഡസ് എന്ന രൂപത്തിൽ സ്ത്രീലിംഗാക്കി പറയും. എന്നാൽ ഈ അള്ളാഹു എന്നുള്ള പദത്തിന് സ്ത്രീലിംഗമോ ബഹുവചനമോ മറ്റ് രൂപങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിന് ഏകമായ രൂപമാണ്. ആ പദവും അള്ളാഹുവിനെ പോലെ തന്നെ ഏകമാണ് എന്നർത്ഥം. ആ ഒരു പദത്തിൻ്റെ ഉച്ചാരണം പോലും മറ്റെവിടെയുമില്ല. കാരണം ലാമിന് ആ രൂപത്തിലുള്ളൊരു ശബ്ദം കൊടുക്കുന്നത്, അള്ളാഹു എന്ന് പറയുമ്പോൾ ലാമിനെ നമ്മൾ കട്ടി കൂട്ടിയിട്ടാണ് പറയണത്. ആ രൂപത്തിലുള്ള ശബ്ദം ഈ അള്ളാഹു എന്നുള്ള പദത്തിലേ കൊടുക്കുന്നുള്ളൂ. ഇനി അഹദ് എന്നെടുക്കുകയാണെങ്കിൽ ഏകനാണ് അല്ലെങ്കിൽ ഒന്നാണ് എന്ന് പറയുമ്പോൾ ആ അഹദ് എന്നുള്ള പദവും ഇതുപോലെ തന്നെ ഒരു ഏകമായ പദമാണ്. ഈ പദത്തിന് കൂടുതലിനെ സൂചിപ്പിക്കുന്ന രൂപങ്ങളില്ല. ഇപ്പോൾ വാഹിദുൻ എന്നൊക്കെ പറയുമ്പോൾ, വാഹിദുൻ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നർത്ഥം. വാഹിദുൻ എന്ന് പറയുമ്പോൾ ഇസ്നാനി ഉണ്ട്, സലാസത്തുണ്ട്, രണ്ടിനെയും മൂന്നിനെയൊക്കെ സൂചിപ്പിക്കാൻ. ഇനി ഒന്നാമത്തെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവലുൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പദങ്ങളുണ്ട്. അസാനി, അസാലിസ് എന്നൊക്കെ ഉണ്ട്, പദങ്ങളുണ്ട്. എന്നാൽ അഹദുൻ എന്ന പദത്തിന് അതിൻ്റെ കൂടുതലുകൾ സൂചിപ്പിക്കാൻ പദങ്ങളില്ല. ഈ പദം മറ്റെവിടെയും ഉപയോഗിക്കാനും പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു വീട് എന്നുള്ളതിന് ബൈത്തുൻ വാഹിദുൻ എന്ന് പറയും. എന്നാൽ ബൈത്തുൻ അഹദുൻ എന്ന് പറയൂല. കാരണം ബൈത്തുൻ വാഹിദുൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉദ്ദേശം ഒരു വീട് എന്ന് പറയുമ്പോൾ ഇതേപോലെ വേറെയും വീടുകളുണ്ട് എന്ന് അതിനൊരു അർത്ഥം വരുന്നുണ്ട്. വീട് പല നിറത്തിലും പല രൂപത്തിലും പല വലിപ്പത്തിലൊക്കെ ഉണ്ടെങ്കിലും എല്ലാം വീടുകൾ തന്നെയാണല്ലോ, താരതമ്യം ചെയ്യാൻ പറ്റുമല്ലോ. എന്നാൽ ബൈത്തുൻ അഹദുൻ എന്ന് പറയൂല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്താകെ ഒരൊറ്റ വീട് ഉണ്ടാകാൻ പാടുള്ളൂ. അത് മറ്റൊന്നിനായിട്ടും താരതമ്യം ചെയ്യാനും പറ്റാത്ത രൂപത്തിലായിരിക്കണം. അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ബൈത്തുൻ വാഹിദുൻ എന്ന് പറയുമ്പോൾ വീടുകൾ വേറെയും ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ബൈത്തുൻ അഹദുൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, അതിനെപ്പറ്റി താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല എന്നർത്ഥം. എണ്ണത്തിലും ഗുണത്തിലും ഒന്നുമില്ല. എന്തൊക്കെയാണോ അള്ളാഹു എന്ന ഏകനായ ശക്തിക്കുള്ള ഗുണവിശേഷങ്ങൾ, ആ ഗുണവിശേഷങ്ങൾ ഉള്ള മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് അള്ളാഹു അഹദ് എന്ന് പറയുമ്പോൾ. അള്ളാഹുവിന് എന്തൊക്കെയാണോ ഗുണവിശേഷങ്ങളുള്ളത് അതിനെപ്പറ്റി താരതമ്യം ചെയ്യാൻ പോലും പറ്റുന്ന രൂപത്തിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് അഹദുൻ എന്ന പദം ഉപയോഗിച്ചത്. ഇനി അള്ളാഹു സമദ്, എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു, എന്നാൽ അള്ളാഹുവിന് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല, മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. ഇപ്പോൾ നമുക്ക് വായു, വെള്ളം തുടങ്ങി എല്ലാം അള്ളാഹുവാണ് നൽകുന്നത്. നമുക്കതൊക്കെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റൊരാളെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ വേറെ ആരെയും ആശ്രയിക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല.
എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് മറ്റാരെയെങ്കിലും ആശ്രയിക്കാതെ നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിന് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല. നമുക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിനെ ആശ്രയിക്കണം. ഇനി സമദ് എന്ന പദത്തിന് അത്താണി എന്ന അർത്ഥമുണ്ട്. അത്താണി എന്താണെന്ന് പ്രായമുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയുമായിരിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു തലയിൽ ചുമടേറ്റിയിട്ടാണല്ലോ പോവുക. അന്ന് വാഹന സൗകര്യമൊന്നും ഇത്ര ഇല്ല. അപ്പോൾ തലയിൽ ചുമടേറ്റി പോകുന്ന സമയത്ത്, ഭാരമേറ്റി പോകുന്ന സമയത്ത് കുറേ ദൂരം നടക്കുമ്പോൾ ക്ഷീണിക്കും. അപ്പോൾ ഈ തലയിലെ ഭാരം എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. താഴെയാണ് ഇറക്കി വെച്ചതെന്നുണ്ടെങ്കിൽ ഇറക്കി വെക്കാനും ഒരാൾ വേണം, തലയിലേക്ക് പിന്നെ പിടിച്ചു തരാനും ഒരാൾ വേണം. എന്നാൽ അത്താണി എന്നുള്ള പേരിൽ 2 കുത്തനെയുള്ള കല്ലുകളോ തൂണോ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ വിലങ്ങനെ ഒരു കല്ലോ തൂണോ വെക്കും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ആളുകൾക്ക് ഭാരം ഇറക്കി വെക്കാം. മറ്റൊരാളുടെ സഹായവുമില്ലാതെ ഭാരം ഇറക്കി വെക്കാം. അതുപോലെ തന്നെ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തലയിലേക്ക് വീണ്ടും ആ ഭാരം എടുക്കുകയും ചെയ്യാം. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ചെറിയ ഒരാളുടെ അത്രയൊക്കെ ഉയരത്തിലുള്ളൊരു ചുമരിൻ്റെ കഷ്ണമാണ് ഉണ്ടാവുക, ഒരു ചുമര്. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇറക്കി വെക്കാം അത്താണിയായിട്ട്. ചില സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഗോൾ പോസ്റ്റ് ഉണ്ടല്ലോ, ആ രൂപത്തിൽ 2 കുത്തനെയുള്ള തൂണുകളും ഒരു വിലങ്ങനെയുള്ള ഒരു തൂണോ കല്ലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെയാണ് അത്താണി എന്ന് പറയുന്നത്. അത്തരം അത്താണി ഉണ്ടായിരുന്ന പല സ്ഥലങ്ങൾക്കും അത്താണി എന്നുൾപ്പെടുന്ന പേര് തന്നെ ഇട്ടിരുന്നു. അത്താണിക്കൽ, പുത്തനത്താണി, രണ്ടത്താണി, അങ്ങനെയൊക്കെ. അപ്പോൾ സമദ് എന്നുള്ളതിൻ്റെ ഒരർത്ഥം അത്താണി എന്നാണ്. എല്ലാവരുടെയും ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ആശ്വാസ കേന്ദ്രം എന്നർത്ഥം. കേരളത്തിലെ മതരാഷ്ട്രീയ രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണല്ലോ ജനാബ് അബ്ദുസ്സമദ് സമദാനി. ഈ അബ്ദുസ്സമദ് സമദാനി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെയുള്ള ഈ സമദാനി എന്താണ്? അതൊരു സ്ഥലപ്പേരാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേരാണത്. കലമുൻ എന്ന് പറഞ്ഞാൽ ഒരു പേന, കലമാനി എന്ന് പറഞ്ഞാൽ 2 പേന. അപ്പോൾ അതേപോലെ സമദുൻ എന്ന് പറഞ്ഞാൽ ഒരത്താണി, സമദാനി എന്ന് പറഞ്ഞാൽ 2 അത്താണി. 2 അത്താണി എന്നുള്ളത് മലപ്പുറം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പേരിൻ്റെ കൂടെയുള്ള ആ സമദാനി എന്നുള്ളത് 2 അത്താണിയെയാണ് സൂചിപ്പിക്കുന്നത്, ആ സ്ഥലത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കാഴ്ചയ്ക്കും കേൾവിക്കുമൊക്കെ പരിമിതിയുണ്ട് എന്ന് മുമ്പത്തെ സൂറത്തുകൾ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ അള്ളാഹുവിന് ഒരു പരിമിതികളുമില്ല. അതുകൊണ്ടാണ് ഒരു കാര്യത്തിനും മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരാത്തത്. അള്ളാഹുവിന് ഒരു പരിമിതിയില്ല. നമുക്കാണെങ്കിൽ എല്ലാറ്റിനും പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ നമുക്കറിയാം, മനുഷ്യന് ഒട്ടനവധി പരിമിതികളുണ്ട്. പലപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ കഴിവുകൾ അള്ളാഹു കൊടുത്ത ആളുകളെയോ ജീവികളെയോ ഒക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരാറുണ്ട്. മനുഷ്യനേക്കാൾ കൂടുതൽ കാഴ്ചശക്തിയുള്ള ജീവികളുണ്ട്, പരുന്ത് പോലെയുള്ളവ. മനുഷ്യനേക്കാൾ കൂടുതൽ കേൾവി ശക്തി, മണം പിടിക്കാനുള്ള ശക്തിയൊക്കെയുള്ള ജീവികളുണ്ട്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോഗ് സ്ക്വാഡ് എന്ന ഒരു വിഭാഗം തന്നെയുണ്ടല്ലോ. നായകളെ ഉപയോഗിച്ചിട്ട് മണം പിടിച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ നടത്തിയത് കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവുകൾ അത് മറ്റു മനുഷ്യരുടെയോ അല്ലെങ്കിൽ ജീവികളുടെയോ ഒക്കെയുള്ള കഴിവുകൾ മനുഷ്യന് ഉപയോഗപ്പെടുത്താം, അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ അള്ളാഹു കൊടുക്കാത്തൊരു കഴിവ് മറ്റൊരാളടുത്ത് നമ്മൾ ചോദിക്കാൻ പാടില്ല. അടുത്ത ആയത്ത്, ലം യലിദ് വലം യൂലദ്. അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചിട്ടുമില്ല. ലം യലിദ് എന്ന് പറഞ്ഞാൽ അവൻ ജനിപ്പിച്ചിട്ടില്ല, ജന്മം നൽകിയിട്ടില്ല, പിതാവല്ല എന്നർത്ഥം. വലം യൂലദ്, അവൻ ജന്മം നൽകപ്പെട്ടിട്ടുമില്ല, മകനോ മകളോ അല്ല എന്നർത്ഥം. ശരിക്കിവിടെ ആദ്യം പറയേണ്ടത് ജനിച്ചിട്ടില്ല എന്നല്ലേ, എന്നിട്ടല്ലേ പിതാവല്ല എന്ന് പറയേണ്ടത്. അതായത് ആദ്യം ജനിച്ചുണ്ടായതിന് ശേഷമാണല്ലോ പിന്നല്ലേ പിതാവൊക്കെ ആവുക. അപ്പോൾ ശരിക്ക് പറയേണ്ടിയിരുന്നത് അവൻ ജനിച്ചിട്ടില്ല, പിന്നെയല്ലേ അവൻ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറയേണ്ടത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാ. ആദ്യം പറഞ്ഞത് അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ പിതാവല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെയാണ് പറഞ്ഞത് അവൻ ജനിച്ചിട്ടില്ല, അവൻ ആരുടെയും സന്താനമല്ല എന്നുള്ളത്. എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ കാരണമാവാൻ സാധ്യതയുള്ളത്, അന്നത്തെ കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് എന്തായിരുന്നു നോക്കിയാൽ മതി. ഇപ്പോൾ മക്ക മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന്, അതായത് അള്ളാഹു പിതാവാണ് എന്ന്. ജൂതന്മാർ പറഞ്ഞിരുന്നു ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണ്, അതായത് അള്ളാഹു പിതാവാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ്, അതായത് അള്ളാഹു പിതാവാണ്. അപ്പോൾ ഇവരൊക്കെ അള്ളാഹു പിതാവാണ് എന്ന രൂപത്തിൽ തെറ്റായി വിശ്വസിച്ചിരുന്നു. അള്ളാഹുവിനെ തെറ്റായി മനസ്സിലാക്കിയവരാണ് അവരൊക്കെ. അപ്പോൾ ആ കാര്യമാണ് അള്ളാഹു ആദ്യം എടുത്തു പറഞ്ഞത്. അള്ളാഹു പിതാവല്ല, അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന് സന്താനങ്ങളില്ല എന്നുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത്.
കാരണം വഴിതെറ്റിപ്പോയ പല ആളുകളുടെയും വിശ്വാസം അങ്ങനെയായിരുന്നു. എന്നാൽ അള്ളാഹു ആരുടെയെങ്കിലും മകൻ അല്ലെങ്കിൽ മകൾ ആണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതായത് അള്ളാഹുവിന് ഉപ്പയോ ഉമ്മയോ ഉണ്ട്, അങ്ങനൊരു വിശ്വാസം ആർക്കും ഉണ്ടായിരുന്നില്ല. അള്ളാഹു ആരുടെയെങ്കിലും മകൻ അല്ലെങ്കിൽ മകളാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉപ്പുണ്ട് ഉമ്മ ഉണ്ടെന്നല്ലേ, അങ്ങനൊരു വിശ്വാസം ആർക്കും ഉണ്ടായിരുന്നില്ല. മറിച്ച് പലർക്കും ഉണ്ടായിരുന്ന വിശ്വാസം എന്തായിരുന്നു? അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹുവിന് മകനുണ്ട്, ഈ വിശ്വാസം ഉണ്ടായിരുന്നത്. അതല്ലാതെ അള്ളാഹുവിനൊരു ഉപ്പുണ്ട് എന്നുള്ള വിശ്വാസം ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം അവിടെ നിലനിന്നിരുന്ന ആ തെറ്റായ വിശ്വാസങ്ങളെ ആദ്യം എടുത്തു പറഞ്ഞത്. അള്ളാഹു ആരുടെയും പിതാവല്ല എന്നുള്ള ആ കാര്യം ആദ്യം എടുത്തു പറഞ്ഞു. എന്നാൽ അള്ളാഹുവിന് ഒരു ഉപ്പയോ ഉമ്മയോ ഉണ്ട് എന്നുള്ള വിശ്വാസം അവരാരും പറയാത്തത് കൊണ്ട് തന്നെ അതിനെ രണ്ടാമതായി കൊണ്ട് പറഞ്ഞു. കാരണം ഇനി അത്തരം വിശ്വാസങ്ങളൊക്കെ ഇനിയും വരാം. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല, അവന് തുല്യമായി ഒന്നും തന്നെ ഇല്ല. കുഫുവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ കല്യാണാലോചനയൊക്കെ നടത്തുന്ന സമയത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ അവർ തമ്മിൽ കുഫു വെക്കണമെന്ന് പറയാറുണ്ട്. എന്താണ് ഈ കുഫു വെക്കുക എന്ന് പറഞ്ഞാൽ? അവർ തമ്മിൽ എല്ലാ തരത്തിലും ഒരു മാച്ച് വേണം. ഇന്നത്തെ കാലത്തുള്ള മാച്ച് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ശരിക്കും കുഫു വെക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ദീനീപരമായ അടക്കവും ചിട്ടയും ഒക്കെ രണ്ടു പേർക്കും ഒരേപോലെ വേണം. ചിന്താഗതികളിൽ വലിയ അന്തരം ഉണ്ടാവാൻ പാടില്ല. വലിയ അന്തരം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ജീവിക്കുമ്പോൾ ഒരുമിച്ച് പോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് രണ്ടു പേർക്കും ഒരുപോലെ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചിന്താഗതികളും അതുപോലെയുള്ള ജീവിതശൈലികളൊക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ കുഫു വെക്കുക എന്ന് പറയും. ഇവിടെ അള്ളാഹു പറയുന്നത് അവന് തുല്യനായി ആരുമില്ല, അല്ലെങ്കിൽ അവന് തുല്യമായി ഒന്നും ഇല്ല. എന്തെങ്കിലും ഒന്നിനെപ്പോലെ എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു താരതമ്യം പോലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നിനെപ്പോലെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു താരതമ്യം വന്നു. അപ്പോൾ നമ്മൾ പറയാണ് അവൻ സിംഹത്തെപ്പോലെ എന്ന് പറയുമ്പോൾ ആ ഒരു താരതമ്യം അവിടെ വന്നു. ശക്തിയിലോ അല്ലെങ്കിൽ അവൻ്റെ ഭാവത്തിലോ അല്ലെങ്കിൽ അവൻ്റെ ശബ്ദത്തിലോ ഒക്കെ ആ തരത്തിൽ ഒരു താരതമ്യം വന്നതുകൊണ്ടാണ് ഒന്നിനെപ്പോലെ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു താരതമ്യം വന്നു, അങ്ങനെ പോലും പറയാൻ പറ്റില്ല. മറ്റൊന്നിനെപ്പോലെ എന്ന് പോലും പറയാൻ പറ്റില്ല. ഒന്നിനും പരിമിതി ഇല്ലാത്തവനാണ് അള്ളാഹു, ഒരു പരിമിതിയുമില്ല. അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. എന്നാൽ അള്ളാഹുവിനെ ആരും നിയന്ത്രിക്കുന്നില്ല. ഈ സൂറത്ത് ശരിക്ക് ദൈവവാദത്തിൻ്റെ ടെസ്റ്റ് ലാബാണെന്ന് പറയാം. ദൈവമാണോ അല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാബാണ് ശരിക്കും ഈ സൂറത്തുൽ ഇഖ്ലാസ്. ഈ ടെസ്റ്റ് ലാബിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ദൈവമാണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആരെങ്കിലും വാദിക്കുകയാണ്, സ്വയം വാദിക്കുക ഞാൻ ദൈവമാണെന്ന് വാദിക്കുക, അല്ലെങ്കിൽ അവർ മറ്റാരെങ്കിലും പറ്റി അവൻ ദൈവമാണെന്ന് പറയുകയാണെങ്കിൽ ഈ സൂറത്തിലെ ഓരോ ആയത്തുകളിലൂടെ ഒന്ന് കടത്തിവിട്ടാൽ മതി. ഖുൽ ഹുവല്ലാഹു അഹദ്, ദൈവം എങ്ങനെയായിരിക്കണം? അഹദായിരിക്കണം, ഏകനായിരിക്കണം. താരതമ്യം പോലും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഏകനായിരിക്കണം. അതുപോലെ മറ്റൊന്നുണ്ടാവരുത്. അവിടെ തന്നെ പരാജയപ്പെടും. ആ ദൈവസങ്കല്പം അവിടെ പൊളിയും. ഇനി അവിടെ നിൽക്കുന്നില്ല അല്ലെങ്കിൽ അതിന് സമ്മതം തരുന്നില്ല എങ്കിൽ അടുത്ത ആയത്ത് നോക്കൂ, അല്ലാഹു സ്വമദ്, അതായത് ദൈവത്തിന് മറ്റാരെയും ആശ്രയിക്കേണ്ടി വരരുത്, എന്നാൽ മറ്റെല്ലാവർക്കും ആ ദൈവത്തെ ആശ്രയിക്കേണ്ടി വരണം. അങ്ങനെ ഒരാളുണ്ടാവുമോ? ഉണ്ടാവില്ല. അവിടെയും ആ ദൈവസങ്കല്പം ഒഴിവാവും. ഇനി അടുത്ത ആയത്തിലൂടെ കടത്തിവിട്ടാലോ, ലം യലിദ് വലം യൂലദ്. ലം യലിദ് ആരുടെയും പിതാവല്ല. അതൊരു പക്ഷേ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, കുട്ടികളൊന്നും ഇല്ല എങ്കിൽ ആ തരത്തിൽ അത് ശരി, അതങ്ങനെ പറയാം. എന്നാൽ വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല, അവൻ ആരുടെയും മകനോ മകളോ ആയി ജനിച്ചിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരാളെപ്പറ്റി പറയാൻ പറ്റുമോ? നമ്മൾ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരാളെപ്പറ്റി, അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു മനുഷ്യനെപ്പറ്റി അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിച്ചവനല്ല എന്ന് പറയാൻ പറ്റുമോ? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരുമില്ല, അവന് തുല്യമായി ഒന്നും തന്നെ ഇല്ല. ഒരിക്കലും അതുണ്ടാവില്ലല്ലോ. താരതമ്യം പോലും ചെയ്യാൻ പറ്റുമല്ലോ പലരുമായിട്ടും. എന്തായാലും ഈ ഒരു സൂറത്തിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ ഒരാൾ ദൈവമാണ് എന്ന് പറയുകയാണെങ്കിൽ ആ ആൾ ദൈവമാണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു സൂറത്താണ്. ഇനി നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കൊക്കെ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ പരിമിതിയോടുകൂടിയ ബുദ്ധിയും ചിന്തയും ഒക്കെ നമുക്ക് നൽകിയത് ഈ അള്ളാഹുവാണ്. എന്നിട്ട് നാം തന്നെ ആ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുദ്ധിയില്ലായ്മ പറയാറുണ്ട്. എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണെങ്കിൽ ആ അള്ളാഹു എങ്ങനെ ഉണ്ടായി, അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്ന്.
ആ ചോദ്യം തന്നെ ശരിക്കൊരു ബുദ്ധിയില്ലായ്മയല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ ഈ പരിമിതമായ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് നമുക്ക് ആകെ ചിന്തിക്കാൻ പറ്റുന്നത് അള്ളാഹുവിനും ഒരു സൃഷ്ടാവ് വേണമെന്നാണ്. അത് നമ്മളുടെ ആ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന കാര്യമാണ്. നമുക്ക് ബുദ്ധിക്ക് പരിമിതിയുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചിന്ത വരാനുള്ള കാരണം നമ്മുടെ ബുദ്ധി അത്രയും പരിമിതമാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ സൃഷ്ടിച്ചത് മറ്റൊരു സൃഷ്ടാവാണെങ്കിൽ ആ സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ വേറെ സൃഷ്ടാവ് വേണ്ടി വരില്ലേ? അപ്പോൾ ആ സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ വേറെ വേണ്ടി വരും. അതങ്ങനെ നീണ്ടുപോകില്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉത്തരം കിട്ടാത്തൊരു അനന്തതയിലേക്ക് നീളും. അതാണ് മനുഷ്യൻ്റെ ചിന്തക്ക് പരിമിതിയുണ്ട് എന്ന് പറയാൻ കാരണം. റബ്ബ് എന്നെന്നുമുള്ളവനാണ്, ആരും സൃഷ്ടിച്ചുണ്ടാക്കിയവനല്ല. അത് ചിന്തിക്കാൻ പലർക്കും കഴിയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെയെങ്കിലും ചിന്തിച്ചാൽ പോരെ. അതായത് ഈ കാണുന്ന ആകാശ ഭൂമി ഗോളങ്ങളെ, പ്രപഞ്ചങ്ങളെ, ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ മറ്റൊരാൾക്കും കഴിയൂല. അതൊരു യുക്തിയുള്ള ചിന്തയാണല്ലോ. അതെങ്കിലും ചിന്തിക്കാൻ ആളുകൾക്ക് സാധിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഈ സൂറത്ത് അള്ളാഹു ആരാണ് എന്ന് അന്വേഷിക്കുന്നവർക്കുള്ള ഉത്തരമാണ്. അള്ളാഹുവിനെ തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കിയവർക്കുള്ള മറുപടിയാണ്. കറകളഞ്ഞ ഏകദൈവ സിദ്ധാന്തമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും പരിധിയും പരിമിതിയുമുണ്ട് എന്ന തിരിച്ചറിവ് നൽകുന്ന സൂറത്ത് കൂടിയാണ്. ഇനി നമുക്ക് ഈ സൂറത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഈ സൂറത്തിൽ ആകെ 4 ആയത്തുകളാണുള്ളത്. 4 ആയത്തുകളുടെയും അവസാനത്തിൽ കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എന്ന് മാത്രമല്ല ദാലാണ്. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ 5 എണ്ണമാണ്. ഖാഫ്, താ, ബാ, ജീമ്, ദാല്, ഖുത്തുബ്, ജദ് എന്ന് ഓർമ്മിച്ചാൽ മതി. അതിൽ ദാൽ എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഈ 4 ആയത്തുകളും അവസാനിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പാരായണം നിർത്തുമ്പോൾ സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. 4 ആയത്തുകളുടെയും അവസാനത്തിൽ സുക്കൂനുള്ള ദാലായിട്ട് വരും നമ്മളവിടെ പാരായണം നിർത്തുമ്പോൾ. അപ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂൻ ഇട്ടതായതുകൊണ്ട് കുറച്ച് കട്ടിയിൽ പറയണം, ഗൗരവത്തിൽ പറയണം അവിടെ പാരായണം നിർത്തുമ്പോൾ. ഇനി ആദ്യത്തെ ആയത്ത് നോക്കൂ, അഹദുൻ എന്നാണ്. അടുത്ത ആയത്ത് തുടങ്ങുന്നതോ അള്ളാഹു എന്നുള്ള പദം കൊണ്ടാണ്. ഒരാളവിടെ പാരായണം നിർത്തുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദുൻ എന്ന് കഴിഞ്ഞ് അടുത്ത ആയത്ത് ചേർത്തി ഓതണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓതുക? അവിടെ ഓതേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു, അഹദുനില്ലാഹു. അവിടെ ഒരു നീ എന്ന് ചേർത്ത് കൊടുക്കണം. അഹദു എന്ന് കഴിഞ്ഞിട്ട് ഒരു നീ എന്ന് ചേർക്കുക. അപ്പോൾ അഹദുനില്ലാഹു സ്വമദ് അങ്ങനെയാവും. അതിൻ്റെ കാരണം അഹദുൻ എന്നിടത്ത് തൻവീനാണ്. അതിനുശേഷം അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസിലാണ്. അപ്പോൾ തൻവീന് ശേഷം ഹംസത്ത് വസിൽ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കെസറുള്ള നൂന് ചേർത്ത് കൊടുക്കണം. അതിനെ നൂൻ ഖുത്നി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അഹദുനില്ലാഹു. പിന്നെ കെസറുള്ള നൂനായതുകൊണ്ട് അള്ളാഹു എന്ന് പറയില്ല, ഇല്ലാഹു എന്നാണ് പറയുക. അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കെസറുള്ള അക്ഷരം വന്നാൽ ഇല്ലാ എന്നാണല്ലോ ഉച്ചരിക്കുക. അതുകൊണ്ട് അഹദുനില്ലാഹു എന്ന് പറയില്ല, അഹദുനില്ലാഹു എന്നാണ് പറയുക. അപ്പോൾ ചേർത്തി ഓതുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സ്വമദ് എന്നാണ് ഓതുക. ഇതിനെ മറ്റൊരു രൂപത്തിലും പറയാം. അഹദുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ അഹദുൻ എൻ എന്നുള്ള ശബ്ദമാണ് വരുന്നത്. ഒരു സുക്കൂനുള്ള നൂൻ്റെ ശബ്ദമാണ് വരുന്നത്. അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഷദ്ദുള്ള ലാമാണ്. അതിൻ്റെ മുമ്പ് ഹംസത്ത് വസ്ലും ലാമുണ്ട്, അലിഫ് ലാമുണ്ട്, അത് ഉച്ചരിക്കൂല. അപ്പോൾ ഈ ഷദ്ദുള്ള ലാമിനെ പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ ലാമിന് സുക്കൂന്. അഹദുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂനിൻ്റെ ഉച്ചാരണം വന്നു. അള്ളാഹു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ സുക്കൂനുള്ള ലാമ് വന്നു. അപ്പോൾ 2 സുക്കൂനുകൾ അടുത്തടുത്ത് വന്ന പോലെയാണത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിനെ മാറ്റാൻ വേണ്ടി ഒരു കെസറുള്ള നൂനാണ് അതിൻ്റെ ഇടയിൽ കൊടുക്കുക. അങ്ങനെയും മനസ്സിലാക്കാം. പിന്നീട് ലം യലിദ് എന്നുള്ളിടത്തും ഒരു സുക്കൂനുള്ള ദാല് വന്നു. അത് പിന്നെ അവിടെ സുക്കൂനുള്ള ദാല് തന്നെയാണ്. അവിടെ പാരായണം നിർത്തായതുകൊണ്ട് നമ്മൾ സുക്കൂന് കൊടുത്തൊന്നുമല്ല. അവിടെ ലം യലിദ് സുക്കൂനുള്ള ദാല് തന്നെയാണ്. കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം. ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു. അവിടെ യക്കുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂന്, ശേഷം വന്നത് ലാമാണ്. അപ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ യക്കുൻ എന്ന് പറയില്ല, യക്കു എന്ന് കഴിഞ്ഞിട്ട് ഷദ്ദുള്ള ലാമ് പറയുക ചെയ്യുക. ആ നൂന് ലാമിലേക്ക് ചേർന്നപ്പോൾ ലാമിന് ഷദ്ദ് കിട്ടിയെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോൾ യക്കുല്ലഹു, യക്കുല്ലഹു, യക്കുൻ എന്ന് പറയില്ല, യക്കു എന്ന് പറഞ്ഞിട്ട് ഇല്ല, യക്കുല്ലഹു. ഇനി ലഹു എന്നുള്ളിടത്തൊരു ഹാ ഉലമീറുണ്ട്. ആ ഹാ ഉലമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ആ ഹാ ഉലമീറിനെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു ചെറിയ വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ലഹു, ലഹു ചെറുതായിട്ടൊന്ന് നീട്ടുക. വലം യക്കുല്ലഹു കുഫുവൻ. കുഫുവൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനാണ്, വാവിന് തൻവീനാണ്. അതിന് ശേഷം വരുന്നത് ഹംസയാണ്. തൻവീനിന് ശേഷം ഹംസ വന്നാൽ ആ തൻവീനിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം.
അപ്പോൾ കുഫുവൻ വൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഇത്തരം സന്ദർഭങ്ങളിൽ ഫതഹ് തൻവീനോ കസ്ർ തൻവീനോ എഴുതുമ്പോൾ ആ രണ്ട് വരകളും ഒന്നൊന്നിൻ്റെ താഴെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇനി ചില മുസ്ഹഫുകളിലൊക്കെ ഈ അവസാനത്തെ ആയത്ത് കഴിയുന്ന സ്ഥലത്ത് അഹദുൻ എന്നുള്ളതിൻ്റെ മുകളിൽ ഒരു വാല് താഴേക്കുള്ളൊരു മീമ് കാണാൻ പറ്റും. എന്താണ് അതിൻ്റെ അർത്ഥം? അത് അവിടെ പാരായണം നിർത്തുന്ന ആളുകൾക്കുള്ളതല്ല. ഈ സൂറത്ത് ഇവിടെ നിർത്താതെ അടുത്ത സൂറത്തിലേക്ക് ചേർത്തി ഓതുകയാണ് വിചാരിക്കുക. അടുത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫലക്കാണ്. അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഉണ്ടല്ലോ. അപ്പോൾ ഈ സൂറത്ത് ഇവിടെ നിർത്താതെ അടുത്ത സൂറത്തിലേക്ക് ചേർത്തി ഓതുമ്പോൾ ഈ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം ബിസ്മിയാണ് ഓതേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ ബാ എന്നുള്ള അക്ഷരമാണ് ആദ്യം പറയേണ്ടി വരിക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അവസാനത്തിൽ, ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ അഹദുൻ എന്നിടത്ത് തെൻവീന് വന്നു. അടുത്ത സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മിയുടെ തുടക്കത്തിൽ ബാവും വന്നു. അപ്പോൾ തെൻവീനിന് ശേഷം പിന്നെ നമ്മൾ പറയേണ്ടി വരിക ബാ ആണ്. തെൻവീനിന് ശേഷം ബാ വരുമ്പോൾ, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വരുമ്പോൾ അവിടെ ആ തെൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിനെ മീമാക്കി മാറ്റി മറിക്കണം. ഇഖ്ലാബ് എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അഹദുൻ എന്നല്ല പറയാം, അഹദും ബിസ്മില്ലാഹി അങ്ങനെയാണ് ഓതിപ്പോവുക. അപ്പോൾ അടുത്ത സൂറത്തിലേക്ക് ചേർത്തി പാരായണം ചെയ്യുന്നവർക്കാണ് ആ ഒരു മീമ് ബാധകമാവുക എന്നർത്ഥം. ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ പാരായണം കേൾക്കാം, ശേഷം ഗ്രാമർ പറയാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഇനി നമുക്ക് ഈ ഒരു സൂറത്തിൽ വന്ന ഗ്രാമർ നോക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ എന്നുള്ളത് കൽപ്പനക്രിയയാണ്. ഖാല എന്നുള്ളത് മാളിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. അതിൻ്റെ മുദാരി യഖൂലു എന്നുള്ള മുദാരിയിൽ നിന്നാണ് കൽപ്പനക്രിയ ഉണ്ടാക്കുന്നത്. തുടക്കത്തിലുള്ള യാ കളഞ്ഞു, അവസാനത്തെ ലാമിന് സുക്കൂന് കൊടുത്തു, അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു നീട്ടലിനെ ഒഴിവാക്കി. അപ്പോൾ ഖുൽ എന്ന് കിട്ടി. ആ നീട്ടലിനെ ഒഴിവാക്കിയത് താൽക്കാലികമായ ഒഴിവാക്കലാണ്. രണ്ട് പേരുടെ കാര്യം പറയുമ്പോൾ അത് തിരിച്ചു വരും, ആ ഒരു നീട്ടൽ ഒഴിവാക്കൂല, അപ്പോൾ നീട്ടലുണ്ടാവും. അതായത് നിങ്ങൾ രണ്ട് പേര് പറയൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഖൂല എന്നാണ് പറയാം. അവിടെ ഖുല എന്നല്ല ഖൂല എന്നാണ് പറയാം. ഇനി ഹുവല്ലാഹു എന്നെടുത്തു കഴിഞ്ഞാൽ അത് അർത്ഥം പൂർത്തിയായ ഒരു വാചകമാണ്. ഹുവ എന്നുള്ളത് ഇസ്മാണ്, അള്ളാഹു എന്നുള്ളത് അതും ഇസ്മാണ്. അതിൽ ആദ്യത്തെ ഇസ്മിനെ മുബ്തദ് എന്ന് പറയും, രണ്ടാമത്തതിനെ ഖബർ എന്ന് പറയും. അപ്പോൾ ഹുവ എന്നുള്ളത് മുബ്തദ്, അള്ളാഹു എന്നുള്ളത് ഖബർ. ഇനി ആ അള്ളാഹു എന്നുള്ളതിൻ്റെ ബദൽ, അതിന് പകരമായി വന്ന പദമാണ് അഹദുൻ, ഏകൻ എന്നുള്ളത്. ഹുവല്ലാഹു, അവൻ അള്ളാഹു ആകുന്നു. ആ അള്ളാഹു ആരാണ്? അഹദുൻ, ഏകനുമാകുന്നു. അപ്പോൾ ആ അള്ളാഹു എന്നുള്ളതിൻ്റെ ബദലാണ് അഹദ് എന്നുള്ളത്. ഇനി അള്ളാഹു സമദ് എന്നെടുത്തു കഴിഞ്ഞാൽ അതും ഒരു അർത്ഥം പൂർത്തിയായ വാചകമാണ്. അള്ളാഹു എന്നുള്ളത് ഇസ്മാണ്, സമദ് എന്നുള്ളതും ഇസ്മാണ്. അതുകൊണ്ട് അള്ളാഹു എന്നുള്ളത് മുബ്തദ്, സമദ് എന്നുള്ളത് ഖബർ. ലം യലിദ്, അവിടെ ശ്രദ്ധിക്കാനുണ്ട്. യലിദു എന്നാണ് ശരിക്കും മുലാരി ആയിട്ടുള്ള രൂപം. ഈ മുലാരി ആയിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വന്നു കഴിഞ്ഞാൽ ആ മുലാരി ആയിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടുമെന്നാണ് പറയാം. അപ്പോൾ യലിദു എന്നുള്ളതിന് ജസ്മ് കൊടുക്കാൻ ആ ലമ്മിനെ മാറ്റി സുക്കൂനാക്കുക ചെയ്യുക. യലിദ്. യക്തുബു എന്നുള്ളത് യക്തുബ് എന്നാക്കുക. അതേപോലെ യലിദു എന്നുള്ളത് യലിദ് എന്നാണ് ആക്കുക. എപ്പോഴും സുക്കൂന് കൊണ്ടല്ല ജസ്മിനെ സൂചിപ്പിക്കുക, പക്ഷേ അധിക സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ലം വന്നതുകൊണ്ടാണ് യലിദ് എന്നായത്. അതേപോലെ യൂലദു എന്നുള്ളതിന് മുമ്പിൽ ലം വന്നപ്പോൾ യൂലദ് എന്നായി, ലം യൂലദ് എന്നായി. ഇനി ലം യക്കുൻ, അടുത്ത ആയത്തിൽ നോക്കൂ. യക്കൂനു എന്നുള്ളതിന് മുമ്പിൽ ലം വന്നപ്പോൾ ആ യക്കൂനു എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് സുക്കൂന് കൊടുത്തു. അപ്പോൾ എന്താവും? യക്കൂൻ എന്നാവും. അപ്പോൾ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരും. ഏതാണ്? യക്കൂ എന്നുള്ളതിൻ്റെ ആ ഒരു നീട്ടലുണ്ടല്ലോ, ആ വാവ്, അവിടെ ഒരു നീട്ടൽ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സുക്കൂനുള്ള അക്ഷരമായിട്ടാണ് പരിഗണിക്കുക. എവിടെ നമ്മൾ മദ് കണ്ടാലും അതൊരു സുക്കൂനുള്ള അക്ഷരമായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ യക്കൂ എന്നുള്ള ആ ഒരു നീട്ടൽ ഒരു സുക്കൂനുള്ള അക്ഷരമാണ്. പിന്നെ എൻ എന്ന് പറയുമ്പോൾ അവസാനത്തെ നൂന് സുക്കൂനാണല്ലോ, യക്കൂൻ. അപ്പോൾ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ നീട്ടലിനെ അങ്ങ് കളഞ്ഞു. അപ്പോൾ യക്കുൻ എന്നായി, ലം യക്കുൻ. അപ്പോൾ ലം വന്നതുകൊണ്ടാണ് അവസാനത്തെ നൂന് സുക്കൂന് കിട്ടിയത്. അവസാനത്തെ നൂന് സുക്കൂനിടുമ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരുന്ന പ്രശ്നം ഒഴിവാക്കാനാണ് ആ നീട്ടൽ നഷ്ടപ്പെടുത്തിയത്. ഇനി കാന, യക്കൂനു അങ്ങനെയുള്ളൊക്കെ പദങ്ങൾ വരുമ്പോൾ ആ കാന അല്ലെങ്കിൽ യക്കൂനു അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിന് കാനയുടെ ഇസ്മ അല്ലെങ്കിൽ യക്കൂനുയുടെ ഇസ്മ എന്ന് പറയും. ഇനി അതിൻ്റെ ഒരു വിവരണമായിക്കൊണ്ട് വരുന്ന പദത്തെ അതിൻ്റെ ഖബർ എന്ന് പറയും. ഉദാഹരണത്തിന്
കാന മുഹമ്മദുൻ മുഅല്ലിമൻ എന്ന് പറയുമ്പോൾ കാന ആരെക്കുറിച്ചാണ് പറയുന്നത്? മുഹമ്മദിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് കാന മുഹമ്മദുൻ എന്നാണ് പറയാം. അവിടെ റഫ് കിട്ടിയ രൂപം എന്ന് പറയും. ലമ്മ് തൻവീൻ കൊണ്ടാണ് സാധാരണ സൂചിപ്പിക്കുക. മുഅല്ലിമൻ എന്ന് പറയുമ്പോൾ അത് കാനയുടെ ഖബർ എന്നാണ് പറയാം. അപ്പോൾ മുഹമ്മദ് എന്നുള്ളത് കാനയുടെ ഇസ്മ്, മുഅല്ലിമൻ എന്നുള്ളത് കാനയുടെ ഖബർ. കാനയുടെ ഇസ്മിന് റഫ്, കാനയുടെ ഖബറിന് നസ്ബ്, അങ്ങനെയാണ് വരിക. ഇവിടെ യക്കൂന് വന്നു. യക്കൂനു എന്നതിൻ്റെ ഇസ്മാണ് അഹദുൻ എന്നുള്ളത്. യക്കൂനു എന്നുള്ളതിൻ്റെ ഖബറാണ് കുഫുവൻ എന്നുള്ളത്. അതുകൊണ്ടാണ് യക്കൂനുവിൻ്റെ ഇസ്മിന് റഫ് കിട്ടിയിട്ടുണ്ട് അഹദുൻ എന്നുള്ളത്. യക്കൂനു എന്നുള്ളതിൻ്റെ ഖബറിന് നസ്ബ് കിട്ടിയിട്ടുണ്ട് കുഫുവൻ, ഫത്ത തൻവീനിടാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.